പ്രിയതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി. അന്ന എന്ന പ്രവാചകിയെക്കുറിച്ചാണ് സുവിശേഷം ഇവിടെ പ്രതിപാദിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ സ്ത്രീകളുടെ സുവിശേഷകൻ എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. വളരെ മനോഹരമായി സ്ത്രീകൾക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് എന്തുമാത്രം സ്ത്രീകൾ സ്വാധീനിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ സുവിശേഷകൻ തൻ്റെ വചനങ്ങളിലൂടെയൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിൽ അന്ന എന്ന പ്രവാചകിയെക്കുറിച്ച് സുവിശേഷകൻ വ്യക്തമാക്കുകയാണ്. ഈ പ്രവാചകിയെക്കുറിച്ച് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്: 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. വളരെ മനോഹരമായൊരു വിശേഷണമാണ് ഈ സ്ത്രീയെക്കുറിച്ച് സുവിശേഷം നൽകിയത്. വിധവയാണ്, ആരുമില്ല, ഇനി പ്രതീക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് ഈ ദേവാലയം വിട്ടു പോകാതെ ഒരു ജീവിതം ജീവിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. പിന്നീട് ആ ജീവിതത്തിനൊരു അവസാനമുണ്ടാകുമ്പോൾ മനസ്സിലാകുന്നു ഇനി ദേവാലയമാണ് ആശ്രയം. അങ്ങനെ ദൈവത്തെ വിട്ടു പോകാതെ ദേവാലയത്തിലായിരുന്ന ഒരു പ്രവാചകിയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. എന്തിനാണ് ഇക്കാലം അത്രയും അവൾ ആ ദേവാലയത്തിലായിരുന്നത്? വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒരു ദീർഘദർശിയായ ജീവിതം ജീവിച്ചത് കൊണ്ട് തന്നെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോട് ചേർന്ന് ജീവിച്ചത് കൊണ്ട് തന്നെ അവളും കാത്തിരുന്നിട്ടുണ്ടാവണം ഒരു മിശിഹായ്ക്ക് വേണ്ടി. അവളുടെ ജീവിത അവസാനത്തിന് മുമ്പ് തന്നെ കാത്തിരുന്ന മിശിഹായെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചിട്ടുണ്ടാകണം. അവൾക്കൊരു കാര്യം വ്യക്തമാണ്: ദൈവത്തിൽ നിന്ന് വരാനുള്ളവൻ ദൈവത്തിലേക്ക് എത്താതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ദേവാലയത്തിൽ തന്നെ അവളുടെ ഇടമായി അവൾ കരുതി. ആ മിശിഹായം കാത്ത് അവളുടെ ആയുസ്സം മുഴുവനും അവൾ ദേവാലയത്തിൽ ഇരുന്നു. പിന്നീട് ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ മിശിഹ അവളെ തേടി വരികയാണ്. അങ്ങനെ ഉണ്ണിയായ മിശിഹായെ അവൾ കരങ്ങൾ കൊണ്ടെടുത്തു. അവളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും പൂർത്തിയാകുന്നു. എത്ര മനോഹരമായ ഒരു സംഭവമാണിത്! ഒരാൾ ദൈവത്തിന് വേണ്ടി ദേവാലയത്തിൽ കാത്തിരിക്കുന്നു. 1 ദിവസമോ 2 ദിവസമോ അല്ല, ഒരു ആയുസ് മുഴുവനും കാത്തിരിക്കുന്നു. ഒടുവിൽ ആ വിധവയെ തേടി, ആ കാത്തിരിക്കുന്ന ആളെ തേടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അയാളെ കാണാനെത്തുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ കാണാനുള്ള ആഗ്രഹമാണ്. ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടാനുള്ള സ്വപ്നമാണ്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്താണോ ഈ ഭൂമിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ എത്തിച്ചേരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാധ്യതകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും കൂടെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം കൂടെ ഉണ്ടാകില്ല എന്നാണോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സ്വപ്നവും ആഗ്രഹവും ഇതാണെന്നറിയുമ്പോൾ ദൈവം അവളിലേക്ക് ഇറങ്ങി വരുന്നു, അവളെ തേടിയെത്തുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ കാണാനുള്ള സ്വപ്നം അതാകണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതൊരു കൊതിയായി മാറണം, അതൊരു ജീവിതത്തിൻ്റെ സ്വപ്നമായി മാറണം. അങ്ങനെ ദൈവവും നമ്മളും തമ്മിലൊരു ബന്ധത്തിനിടയിൽ നമുക്ക് മാനദണ്ഡമായി നിൽക്കേണ്ടത് ദേവാലയമാണ്. ഈ ദേവാലയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് പള്ളിയിൽ ഞായറാഴ്ച നമ്മൾ പോകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ പോകണമെന്ന് വൈദികരൊക്കെ വാശി പിടിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന് നമ്മളെ എവിടെ വെച്ച് വേണമെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ദൈവത്തെ കാണാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുമ്പോൾ മനസ്സിലാക്കണം, അവിടെയാണ് ക്രിസ്തു ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ ഏക മാർഗം അത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ ചെല്ലണം. അങ്ങനെ ദൈവത്തെ കാണാനുള്ളൊരു കൊതി, ദൈവത്തെ കാണാനുള്ളൊരു ആഗ്രഹം, ദൈവത്തെ കാണാനുള്ളൊരു സ്വപ്നം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എവിടേക്കോ ഈ കൊതിയും ഈ ആഗ്രഹവും ഈ സ്വപ്നവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ കരുതിക്കൊള്ളണം, എവിടേക്കോ ആ ദൈവത്തിൽ നമ്മൾ അകന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉള്ളിൽ ദൈവത്തെ സൂക്ഷിക്കുന്നവന് ഈ ഭൂമിയിലെ എല്ലാം അവൻ്റെ കാൽ കീഴിലാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പിന്നീട് നമ്മൾ അകന്നു പോകും, നേടിയെടുക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാന്തമായി തീരുമെന്നുള്ളം, ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം.
സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ആ കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോ